ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓട്ടംതുള്ളലിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയിരുന്നു. ഓട്ടംതുള്ളലിൻ്റെ ആഭരണങ്ങൾ, എവിടേക്കാണത് വരുന്നതെന്നുള്ളത്, പിന്നെ ഡ്രസ്സുകൾ എല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ക്യാൻവാസും കട്ട് ചെയ്യാനുള്ള സൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 27-37 ഇഞ്ചുള്ള ക്യാൻവാസിൻ്റെ ഷീറ്റാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം 4 സൈഡിലും ബോർഡർ ലൈൻസ് വരച്ചു കൊടുക്കുക. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ബോർഡർ ലൈൻ ആക്കിയിട്ട് വരയ്ക്കുക. ഞാനിവിടെ 1 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഹൈറ്റാണ് 37. അപ്പോൾ ആ 27 എന്ന് പറയുന്ന ആ ഭാഗമില്ലേ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുക. കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. 27ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 13.5 ആണ്. ആ 13.5 അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ പോയിൻ്റ് താഴത്തേക്കെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. കാരണം ഈ വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ മാത്രമേ നമുക്ക് ഫേസും ആ ഒരു ഫുൾ ബോഡിയുടെ ഷേപ്പും ഒരേപോലെ വരയ്ക്കുവാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഒന്ന് വെർട്ടിക്കൽ ലൈൻ വരച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഫേസ് വരയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഫുൾ ബോഡി വരയ്ക്കാനായിട്ടുള്ള മെഷർമെൻറ്റ് നോക്കാം. ഇവിടെ ഞാൻ 7.5 താലത്തിലാണ് ബോഡിയുടെ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു അങ്കുലർ സ്കെയിൽ ഉണ്ടാക്കാം. ഇതിന് മുന്നേ അങ്കുലർ സ്കെയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പേപ്പറിൻ്റെ കഷ്ണത്തിന് 12 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 8 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിനെ 12 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഭാഗമാണ് 1 അങ്കുല, അതായത് 8 സെൻറ്റിമീറ്റർ 1 താലം എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ 8 സെൻറ്റിമീറ്ററിന് 12 ഈക്വൽ ഭാഗമാകുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗമാണ് 1 അങ്കുല. ഇത്രയും ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി ഏറ്റവും ടോപ്പിൽ നിന്ന്, അതായത് ഞാനിപ്പോൾ ഒന്ന് ക്യാൻവാസ് ചരിച്ച് വെച്ചിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് 11 ഇഞ്ച് ഇവിടെ ടേപ്പിൽ കാണാമല്ലോ, 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 11 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് ഫേസും കിരീടവും എല്ലാം വരയ്ക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ വരയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ നമ്മളുടെ ഒരു കണക്കാണ് കേട്ടോ. അപ്പം മുകളിൽ നിന്ന് 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റിൻ്റെ അവിടെ നമ്മളിപ്പം ഉണ്ടാക്കിയിരിക്കുന്ന ആ അങ്കുല സ്കെയിലില്ലേ, അത് വെച്ചിട്ട് ഫേസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, കിരീടത്തിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ബോർഡർ ലൈൻ ഉൾപ്പെടെയാണ് 11 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് ചെറുതായിട്ട് പെൻസിൽ സ്കെച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് 1 താലം, 8 സെൻറ്റിമീറ്റർ 1 താലം എന്ന് പറയുമ്പോൾ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു ലെങ്ത്ത് മൊത്തം മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് 1.5 താലം. 1.5 താലം എന്ന് പറയുമ്പോൾ ഈ 8 എടുക്കുക, മാർക്ക് ചെയ്യുക. അതിനുശേഷം 8ൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.5 താലം വന്നു. അപ്പോൾ കിരീടത്തിൻ്റെ ഹൈറ്റാണ് അത് വരുന്നത്. കിരീടത്തിൻ്റെ ഹൈറ്റ് 1.5 തൊട്ട് 2 താലം വരെ എടുക്കാം. ഞാനിവിടെ 1.5 താലമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് 1 താലം, ആ എടുത്തിരിക്കുന്ന 1 താലത്തിനേക്കാളും മുകളിലേക്ക്, ആ ഫേസിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് 1.5 താലവും കൂടെ മാർക്ക് ചെയ്തിട്ട് പോയിൻ്റ് ഇട്ട് വയ്ക്കുക, നമ്മൾ വരച്ചിരിക്കുന്ന ആ വെർട്ടിക്കൽ ലൈനിൻ്റെ അവിടേക്ക്. ഇനി ഫേസിൻ്റെ ആ ഒരു ഷേപ്പാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫേസിൻ്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ നമ്മൾ ഫേസ് ഇതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം എങ്ങനെയാണ് ഫേസിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത്? ഫേസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ ഫോർഹെഡിൻ്റെ അവിടെ വന്ന് 10 അങ്കുലയാണ്. അങ്ങനെ അത് സെൻട്രൽ ലൈൻ വരച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഫേസ് വരയ്ക്കുക. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ക്യാൻവാസിലേക്ക് വരയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് ഡാർക്ക് ആക്കിയിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈറ്റായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫേസിൻ്റെ കറക്റ്റ് ആ ഒരു 1 താലം മാർക്ക് ചെയ്തില്ലേ, ഇനി ആ 1 താലം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൻ്റെ വീതിയെല്ലാം മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക, ഫേസിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക. ഞാനിതിന് മുന്നേ ചാനലിൽ കണ്ണുകളുടെ അളവുകൾ, മൂക്കിൻ്റെ അളവുകൾ, ചുണ്ടിൻ്റെ അളവുകൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും ഇല്ല. അതൊന്ന് നോക്കി പഠിച്ചിട്ട് വേണം ഫേസ് വരയ്ക്കുവാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് വരച്ച് കാണിക്കാം. പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് വരച്ചിരുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫേസിൻ്റെ ആ ഒരു ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, 8 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഏറ്റവും മുകളിൽ നിന്ന് ആ മാർക്ക് ചെയ്ത ആ ഫേസിൻ്റെ ലെങ്ത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് 1 അങ്കുല താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്തു. 1 അങ്കുലം മാർക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്ന ആ കിരീടത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത്.
കാരണം ഒരുപാട് മുകളിൽ കയറാതെ ഒന്ന് താത്തി നെറ്റിയോട് ചേർത്തിട്ടാണ് കിരീടം വരച്ചിരിക്കുന്നത്. ഇനി ആ ഫേസിനെ 3 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് വേണം കണ്ണുകളും ചുണ്ടും മൂക്കും എല്ലാം വരയ്ക്കാൻ. അതൊന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. നല്ല വിശദമായിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയുടെ ആ ഒരു ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ്. ഇനി ആ ഒരു മുകളിലുള്ള കിരീടത്തിൻ്റെ ഷേപ്പുകൾ ഒന്ന് വരച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒറിജിനൽ കിരീടത്തിൻ്റെ ഫോട്ടോ കൊടുക്കുക. ആ ഫോട്ടോ നോക്കിയാണ് കേട്ടോ ഞാൻ വരച്ചത്. ആ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ടുള്ള മെഷർമെൻറ്റ് മാത്രം ഒന്ന് ഇട്ടിട്ട് അത് നോക്കി അതുപോലെ തന്നെ വരയ്ക്കുമായിരുന്നു ചെയ്തത്. ഇവിടെ ചെവിയുടെ ഭാഗം കാണില്ല. ചെവിയുടെ ഭാഗത്തേക്ക് കിരീടത്തിൻ്റെ ആ സൈഡിലെ വശം വരുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ലൈനിൻ്റെ അവിടെ നിന്ന് 2 സൈഡിലേക്കും 1 താലം മാർക്ക് ചെയ്ത് കൊടുത്തു. ആ കിരീടത്തിൻ്റെ വീതിക്ക് വേണ്ടിയിട്ട് 2 സൈഡിലേക്കും. കിരീടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 താലമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത ആ പോയിൻ്റില്ലേ, ആ പോയിൻറ്റും കിരീടത്തിൻ്റെ ഹൈറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. കിരീടത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് തന്നെ തെയ്യത്തിൻ്റെ കിരീടത്തിൻ്റെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് അത് നോക്കി വരയ്ക്കുക. അതേ ഡിസൈൻ തന്നെ വരിക. കാരണം എല്ലാ തെയ്യത്തിലും ആ സെയിം കിരീടത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിക്ചറും കൂടി എടുത്ത് വെച്ചിട്ട് വരയ്ക്കുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും. ഇനി ആ ഫേസിൻ്റെ കുറച്ച് മുകളിൽ, അതായത് ചെവി അവസാനിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് പോയിൻ്റ് ഇട്ട് കൊടുത്തു. കാരണം ചെവിയിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് വന്നിരിക്കുന്ന രീതിയിലാണ് കിരീടത്തിൻ്റെ 2 വശങ്ങളും വരുന്നത്. അപ്പോൾ ചെവി ഇവിടെ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം 2 സൈഡിലും കവർ ചെയ്യുന്ന രീതിയിൽ കിരീടത്തിൻ്റെ ഭാഗങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 സൈഡിലും ഒരേപോലെ ആവാനായിട്ട് നോക്കുക. അതായത് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടാണ് എപ്പോഴും ഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ കിരീടം ആണെങ്കിലും വരയ്ക്കുക. അപ്പം റൈറ്റ് സൈഡിൽ വരയ്ക്കുന്ന അതേ മെഷർമെൻറ്റ് തന്നെ വേണം ലെഫ്റ്റ് സൈഡിലും വരയ്ക്കാനായിട്ട്. അങ്ങനെ നോക്കി നോക്കി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ കിരീടം വരച്ചെടുക്കുവാനായിട്ട് പറ്റും. കിരീടം മാത്രമല്ല, ഫേസും. കിരീടത്തിൻ്റെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഫേസിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കാതിൻ്റെ ഭാഗത്തായിട്ട്, ചെവിയുടെ 2 ഭാഗത്തായിട്ട് കുണ്ടലത്തിൻ്റെ ഷേപ്പിൽ കിരീടത്തിൽ തന്നെ ആ ഒരു മണികുണ്ടലത്തിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിൾ 2 സൈഡിലും വരച്ചു വയ്ക്കുക. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഓട്ടംതുള്ളലിൻ്റെ ഒരു കിരീടത്തിൻ്റെ പിക്ചർ എടുക്കുക. ഈ പിക്ചർ തന്നെ എടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് അതേപോലെ തന്നെ ഡിസൈൻ നിങ്ങളുടെ ആ കിരീടത്തിൽ വരയ്ക്കുക. അപ്പം ആ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഹൈറ്റും എല്ലാം 1.5 താലവും സൈഡിലേക്കുള്ള ഓരോ താലവും മാർക്ക് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം എപ്പോഴും മൈൻഡിൽ വേണം. ഞാനിപ്പോൾ ഒരു സൈഡ് വരച്ചിട്ട് അതുപോലെ തന്നെയാണ്, ഞാൻ ഓൾറെഡി മെഷർമെൻറ്റൊക്കെ ഇട്ട് പോയിൻ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യമേ പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് വെക്കുക. അതായത് സെൻറ്ററിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ 3 വൂളൻ്റെ ഒരു ചെറിയ റൗണ്ട് ഷേപ്പുണ്ട്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന അവിടെ കുറച്ച് വീതി കൂടിയിട്ട് താഴത്തേക്ക് വരുമ്പം വീതി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുക. എല്ലാം പോയിൻറ്റ്സ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ലൈനായിട്ട് വരച്ചൊന്ന് ജോയിൻ ചെയ്യാം. ക്യാൻവാസിൽ ഡയറക്റ്റായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഏറ്റവും ലൈറ്റായിട്ട് പെൻസിൽ വെച്ചിട്ട് വരയ്ക്കാം. ഇവിടെ ഞാൻ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മറുവശത്തും ചെയ്യാം.
നമ്മൾ ഒരു വശത്ത് ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെ ചെയ്യണം കേട്ടോ. അതേ മെഷർമെൻറ്റിൽ തന്നെ ചെയ്യുവാനായിട്ട് നോക്കാം. ചെറുതായിട്ടൊന്ന് അളന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ കിരീടവും ഫേസിൻ്റെ ഔട്ട്ലൈനും വരച്ചിട്ടുണ്ട്. കിരീടത്തിനകത്തുള്ള ചെറിയ ചെറിയ ഡിസൈനുകളൊന്നും വരച്ചിട്ടില്ല. അത് റെഡ് കളർ കൊടുക്കുന്ന സമയത്ത്, അതായത് റെഡ് കളർ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമല്ലോ, ആ സമയത്ത് കൊടുക്കാം. ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആവാൻ നിൽക്കില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ എനിക്കത് ഒരേ ദിവസം തന്നെ ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ മാക്സിമം ഇടാനായിട്ട് ട്രൈ ചെയ്യും. ചെറിയ ചെറിയ ഭാഗങ്ങൾ എത്രയാണോ വരച്ചിരിക്കുന്നത് അത്രയും തന്നെ ഞാൻ അങ്ങ് ഇടാം. അപ്പോൾ നിങ്ങൾക്കും അത് വരയ്ക്കുവാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ വരയ്ക്കാം. അപ്പോൾ അതുവരെ ഉള്ളതെല്ലാം ചെയ്ത് വയ്ക്കുക. ക്യാൻവാസ് കട്ട് ചെയ്ത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന വരെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെയോടൊപ്പം വരയ്ക്കുമ്പോൾ നിങ്ങൾക്കും ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.